കഴിഞ്ഞില്ലേ? എന്ത് ജാതി സിനിമയല്ലേ നമ്മള് കണ്ടത്? ഓള് എന്തൊരു സുന്ദരി അടച്ച് നോക്ക് അല്ലേ? പിന്നെ എന്ത് ജാതി പാട്ടാ? സംഗമം സംഗമം ത്രിവേണി ശൃംഗാര പദമാടും യാമം. ആരായിരിക്കണ്? ആരാ അതാരായിരിക്കണ് മനസ്സിലായ എനിക്ക്? അന്റെ അച്ഛനും രാഘവേട്ടനാണ്. വീട് കളയി വീട് കളയി നമുക്ക് അച്ഛനാണ്. അതെ, അച്ഛൻ ചോദിക്കുമ്പോ നമ്മൾ എന്ത് പറയും? നേർച്ചക്ക് പോയി എന്ന് പറഞ്ഞാലോ? നേർച്ചയ്ക്ക് പോയി എന്ന് പറയണ്ട, നേർച്ചയ്ക്ക് പോയി എന്ന് പറഞ്ഞു. ഏത് നേർച്ച, എന്ത് നേർച്ച എന്നൊക്കെ ചോദിക്കില്ലേ? എന്നാ ഞാൻ ഒരു സൂത്രം പറയട്ടെ. സിനിമക്ക് പോയി എന്ന് തന്നെ പറയാ, വേറെ പറയാൻ കിട്ടൂല. ഒരു കുത്തു വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്കത് തന്നെ പറയാം. രക്ഷിതാക്കളോടൊന്നും നോണ പറയാൻ പാടില്ല എന്നല്ലേ? എനിക്കും കഴിയൂല അതിന്. വാ. അച്ഛാ, ഞങ്ങള് പോയിരുന്നു. ഞങ്ങള് ഒരു സിനിമക്ക് പോയതാണ് അച്ഛാ. സിനിമക്കാ? അതെ. ഏത് സിനിമക്ക്? ത്രിവേണി. ത്രിവേണി എന്നുള്ള സിനിമ. ശാരദ, നസീറും സത്യനും ഒക്കെ ഉണ്ട്. നല്ല സിനിമയാണ്. നമുക്കൊന്ന് പോയാലോ? അല്ല, ജോലി എന്തെങ്കിലും ആയാ? എന്താ ഞാൻ പോട്ടെ. അല്ല, നിക്ക് എന്ത് ചോദ്യ രാഘവട്ട ഇത്? പഠിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നു പഠിപ്പ് കഴിഞ്ഞില്ലേ, പഠിപ്പ് കഴിഞ്ഞില്ലേ? ഇത് പഠിപ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇതൊരു ജോലി കിട്ടട്ടെ, ജോലി കിട്ടുമ്പോ പറയാം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നോക്കി പോണേ. സംഗമം സംഗമം. വേറെ അവസ്ഥ. സൂതി മാഡം, ഒരു സംശയം. ഈ സത്യം സാറേ, സംശയങ്ങളൊക്കെ സുഗന്ധി മേഡത്തോടാണല്ലോ, എന്നോടൊന്നും ചോദിക്കുന്നില്ല. എന്റെ മൊയ്തു സാറേ, വില്ലേജ് ഓഫീസിൽ എനിക്ക് മുമ്പ് ജോലി കിട്ടിയത് സൂതി മാഡത്തിനല്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ സുഗന്ധി മേഡത്തെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആള് ഞാനാണ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. മൊയ്തു സാറിന് ഇവിടുത്തെ ഒരു കാര്യം അറിയില്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നടക്കട്ടെ. ഒന്ന് പോ മൊയ്തു സാറേ. സൂതി മാഡം. അല്ല സത്യം സാറേ, കല്യാണക്കാരിയൊക്കെ എന്തായി? അല്ലെങ്കിലും കല്യാണക്കാരൻ ചോദിക്കുമ്പോ സത്യശീലൻ വല്ലാണ്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതെന്തിനാ? എന്റെ മൊയ്തു സാറേ, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നു പഠിത്തം എന്തായി. ഇപ്പൊ പഠിത്തം കഴിഞ്ഞു, പിന്നെ ആളുകളുടെ ചോദ്യം എന്താ? ജോലി എന്തായി? ജോലി ഒന്നും കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ ജോലി കിട്ടി. വീണ്ടും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ഇപ്പൊ പഠിത്തവും കഴിഞ്ഞു, ജോലിയും കിട്ടി, ഇനിയിപ്പോ കല്യാണം എന്തായി. ഈ ആളുകളുടെ ചോദ്യങ്ങൾ കേട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തുപോയി മൊയ്തു സാറേ. അല്ല, ഒരു ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ? എന്നും ഇങ്ങനെ ഒറ്റാൻ തടിയായിട്ട് ജീവിച്ചാൽ മതി? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? കഴിക്കണം, പക്ഷെ നടക്കണ്ടേ? സത്യം സാറേ, കഴിഞ്ഞ ആഴ്ച പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? പറയുമ്പോൾ അതെന്തായി? അതൊന്നും നടക്കില്ല മൊയ്തു സാറേ. അതെന്തായി നടക്കൂല എന്ന് പറയണ? നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളല്ലേ, നിങ്ങൾക്ക് എന്താ ഒരു പെണ്ണ് കിട്ടാത്തത്? ഇങ്ങോട്ട് നോക്കി, ഞാനൊക്കെ ഒരൊറ്റ പെണ്ണ് കാണാനേ പോയിട്ടുള്ളൂ. ആ പെണ്ണാണ് എന്റെ ജീവിത സഖി. അത് നിങ്ങളുടെ ഭാഗ്യം. അങ്ങനെ പറഞ്ഞ് തള്ളാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ പെണ്ണ് കാണാൻ പോണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സൂര്യ സർ. എല്ലാരും നേരത്തെ എത്തിയല്ലോ. ഞാൻ അറിയാൻ വേനായിട്ട് ചോദിക്കാം, നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ? സത്യശീല, കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയല്ലോ, അതെന്തായി? എന്റെ സുവരൻ സാറേ, ദയവ് ചെയ്ത് എന്നോട് അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ആവുമ്പോ ഞാൻ പറഞ്ഞേക്കാം. അല്ല,
എന്റെ അറിവിലൊരു കുട്ടിയുണ്ട്, നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? വേണ്ട. സുഗതൻ സാർ പറയുന്നത് കേൾക്കൂ. ഇത് അങ്ങനത്തെ കുട്ടിയൊന്നല്ല, ഞാൻ അറിയുന്ന കുട്ടിയാണ്. നാട്ടിലുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ ചെറിയച്ഛന്റെ മകളാ. വെളുത്ത സുന്ദരി, വിദ്യാഭ്യാസമുണ്ട്. പിന്നെ ചെറുക്കന് വില്ലേജ് ഓഫീസിലാ ജോലി എന്ന് പറഞ്ഞപ്പോ പെണ്ണിന് താല്പര്യം. ആണോ? എങ്കിൽ നമുക്ക് ഇതൊന്ന് പ്രൊസീഡ് ചെയ്യാം. അടുത്ത ആഴ്ച വിട്ടാലോ? എന്തേ? നോക്കാം. എന്തായാലും കല്യാണം കഴിക്കണമല്ലോ. അതെ അതെ. നോക്കാം. മണ്ടോദരി, വഴിയിലെങ്ങും ഒരു തെണ്ടികളെയും കാണാനില്ല. ഈ തക്കം നോക്കി നമുക്കങ്ങ് പോവാം. വാ. എവിടേക്കെങ്കിലും പുറപ്പെടുമ്പോ എന്തിനാണ് എപ്പോഴും വഴിയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്? എന്താ, വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായില്ലേ, കുട്ടികളുണ്ടായില്ലേ എന്നുള്ള ചോദ്യമാണ്. ഇതിനൊക്കെ സമാധാനം പറയണ്ടേ? സത്യം പറഞ്ഞ ഈ ചോദ്യത്തെ ഭയപ്പെട്ടിട്ടാണ് ഞാനിപ്പോ ക്ഷേത്രത്തിൽ പോലും പോവാത്തത്. മുഹൂർത്തത്തിന് എത്താൻ പറ്റിയാ മതിയായിരുന്നു. സത്യൻ സാറേ, തീർന്നു. നമസ്കാരം. 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 ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരാതിരിക്കുകയായിരുന്നു. എന്താ? അല്ല, അവിടെ എന്തോ ജോലി ചെയ്യാൻ. പക്ഷെ നമുക്ക് ഇന്ന് ഒഴിവില്ല. ഇന്ന് മണ്ടോദരിയുടെ അനിയത്തിയുടെ കുട്ടിയുടെ നൂലുകെട്ടാണ്. അല്ല, അനിയത്തിയുടെ കുട്ടിയുടെ നൂലുകെട്ടുമായിട്ട് നടന്നാ മതിയോ? സ്വന്തം കുട്ടിയുടെ നൂലൊക്കെ കെട്ടണ്ടേ? എന്നാ ശരി. അല്ല, അപ്പൊ ഞാൻ ജോലിക്ക് നാളെ വരണോ മറ്റന്നാൾ വരണോ? 2 ദിവസം കഴിഞ്ഞിട്ടാവാം. ശരി. ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാര് തെണ്ടികൾക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകുന്നു. സുഗതൻ സാറേ, എന്ത് കുത്തിരിപ്പത്? ഇത് എന്തെങ്കിലും പാറന്റെ മേലേക്ക് ഇരിക്കണ ചമ്മരം മടിയിട്ടിരിക്കേ. ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് താട്ടെ. അയ്യോ, അങ്ങനെ അത് ചെറുപ്പത്തിലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്നു. പിന്നെ വീട്ടിലെ ഡൈനിങ് ടേബിൾ മേടിച്ചപ്പോഴേ അതിലിരുന്നിരുന്ന് ശീലമായിട്ട് ഇപ്പൊ കാല് വളയുന്നില്ല. എന്നിട്ട് ഞങ്ങളെ പോലെയൊന്നും ഡൈനിങ് ടേബിൾ ഇല്ല. എന്നിട്ട് ഞാൻ അങ്ങനെ കുത്തിരിക്കുന്നില്ലേ? നിങ്ങൾ പൊട്ടുമ്പോൾ ഒഴിവാക്കിട്ടോ? അതെ, എനിക്ക് വയറ് കുറച്ച് കൂടുതലാണ്, കൊളസ്ട്രോളും കൂടുതലാണ്. അപ്പൊ ഈ വയറ് കുളയാനുള്ള വല്ല എക്സസൈസ് ഉണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞു. അത് മതിയോ? കാലിങ്ങനെ നീട്ടി വെച്ചിരിക്കും. ഇങ്ങനെ നീട്ടി വെക്കും. എന്നിട്ട് ഈ 2 കൈ കൊണ്ടുപോയിട്ട് ഈ കാലിങ്ങനെ പിടിക്കും. പിടിക്ക്. എന്റെ കാലല്ല പിടിക്കേണ്ടത്, ഞാൻ എന്റെ കാല് പിടിക്കും. നിങ്ങളെ കാല് പിടിക്ക്. എന്റെ കാല് പിടിക്ക്. നിങ്ങളെ പിടിക്കുന്നോട്ടെ. കണ്ടോ ഇതങ്ങനെ. അതെന്താ അറിയോ, ഈ കാലിന്റെ ഇത് ഇങ്ങോട്ട് വളയ്ക്കൊണ്ടാണ് മൊയ്തു സാറിനെ തൊടാൻ പറ്റുന്നത്. ഇങ്ങനെ സ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. സ്റ്റഡിയിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നോയിക്കോളി. ഇതാ കണ്ടാ, സ്റ്റഡിയിൽ വെച്ചിട്ട് പിടിച്ചില്ലേ? പിടിക്ക്. സ്റ്റഡിയിൽ പറ്റുന്നുണ്ടല്ലേ? അതാ കണ്ടാ. എന്നാ കാണിച്ചു തരാം. അങ്ങനെയല്ല, അതങ്ങനെ. അതെന്താ അറിയോ, മൊയ്തു സാറിന്റെ കയ്യിന് നീളം കൂടുതലാ, എനിക്ക് കൈ നീളം കുറവ്, അതുകൊണ്ടാ അത് എത്താത്തത്. ഒരു സാറേ, പൊട്ടും പൊളി ഒഴിവാക്കിട്ടോ. പഠിച്ചവൻ എല്ലാവരുടെ കൈക്ക് ഒരേ നീളം തന്നുള്ളൂ. എന്റെ കൈക്ക് കുറച്ച് നീളം കൂടുതൽ, നിങ്ങളെ കൈക്ക് കുറച്ച് നീളം കുറവ്. നിങ്ങൾ പറ്റൂലെങ്കിൽ അത് പറഞ്ഞോളി. ഒന്ന് പിടിച്ചു നോക്കി. ഇങ്ങനെ പിടിക്കേ, പിടിക്കേ, പിടിക്ക്, പിടിക്കേ, പിടിക്കേ. പിടിച്ചു, പിടിച്ചു. എവിടെ പിടിച്ചു? ഞാൻ കാണുന്നില്ലല്ലോ. ഇവിടെ പിടിച്ചു. പിടിച്ചു, രക്ഷയില്ല. അപ്പൊ അത് നടക്കൂല, അവരോടി പറ്റില്ല. എന്നാ പിന്നെ വേറെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇതാ ഇങ്ങനെ കിടക്കും, മലന്നായിട്ട് കിടക്കുക. മലന്ന് കിടക്കൽ എളുപ്പമുള്ള പണിയാ. ഇങ്ങനെ നോക്കിക്കോളി. എത്ര നേരം വേണം കിടക്കും ഞാൻ? കിടന്നാ പോരാ, മലന്ന് കിടന്നിട്ട് നമ്മളെ 2 കാല് ഇങ്ങനെ പൊന്തിക്കാം. കണ്ടോ? ഇങ്ങനെ പൊന്തിച്ചിട്ട് 10 സെക്കൻഡ് ഇങ്ങനെ വെക്കുക. കാല് കുത്തനെ ഇങ്ങനെ പൊക്കി വെക്കുക. 90 ഡിഗ്രിയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് മെല്ലെ കാലിങ്ങനെ താഴോട്ട് ഇങ്ങനെ. ഇത് ഞാൻ ഏറ്റു. പിന്നെ അങ്ങനെ മടക്കാൻ പാടില്ല. കാല് മാത്രമേ ഉയരാവൂ. കിടക്കി ഒന്ന് ചെയ്. തല അവിടെ നിൽക്കിയത്, കാല് മാത്രം ഉയർത്തി. കാല് മാത്രം ഇവിടെ താങ്ങൊന്നും കൊടുക്കാൻ പാടില്ല. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അടക്കൽ പണിയൊന്നും നടക്കില്ല. അതെ, നമ്മൾ ഈ ചെയ്യണമൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ സത്യശീലൻ സാറ് വന്നുള്ള സ്ഥിതി അറിയാലോ. അയ്യോ, സാറ് പണ്ടത്തെ പോലല്ല. പണ്ട് ക്ലർക്കായിരുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ വില്ലേജ് ഓഫീസർ ആയപ്പോണ്ടല്ല ഓന്ത് നിറമാറുന്ന പോലെ ഒരു രക്ഷയില്ലാത്ത ആളെ കൊണ്ട്. അതാ ഞാൻ പറഞ്ഞു, ആ വരുന്നതിന് മുമ്പ് ഇത് പഠിച്ചു വെച്ചോളി. വീട്ടിൽ പോയിട്ട് ചെയ്താൽ മതി. ഞാൻ പറയുമ്പോ കാല് ഉയർത്തണേ. റെഡി, 1 2 3 4.
ഇങ്ങനെ മതിയോ? 10 സെക്കൻഡ് വെക്കണേ. 10 സെക്കൻഡ്. ഗുഡ് മോർണിംഗ് സാർ. സോറി സാർ. അല്ല എന്താ ഇത്? യോഗയാണ് സാർ. അല്ല അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ എവിടെയാണ്? ഓഫീസിൽ. അല്ലേ, വില്ലേജ് ഓഫീസറുടെ ചെയറാണത്. നിങ്ങൾ എന്റെ പഴയ സുഹൃത്തുക്കളാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാത്തത്. അതല്ലെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങളോട് സംസാരിക്കേണ്ടത്. അറിയാം സാർ. സൂര്യൻ സാർക്ക് കൊളസ്ട്രോളും വയറും കുറച്ച് കൂടിയപ്പോ ഒന്ന് യോഗ ചെയ്ത് കാണിച്ചു കൊടുത്താൽ. ശരി ശരി ശരി. സാറെ പായല് ചേട്ടാ യോഗ പായല്ല സാർ. കിടക്കണ്ടത്. സാറേ സാറ് പോക്കണോ? അല്ല സാറേ, സാറ് 2 ദിവസം ലീവ് ആണല്ലോ. എവിടെയാ പോയിനി? ഞാന് മോളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒന്ന് കറങ്ങി. അല്ല, മോളിപ്പോ ഫൈനൽ ഇയറിൽ പഠിക്കല്ലോ. അവളെ പഠിത്തം എന്താ ഇപ്പോ? പഠിത്തമൊക്കെ കഴിയുന്നു. മോളുടെ കല്യാണക്കാരി എന്തായി? എന്റെ പൊന്നു സുഹൃൻ സാറ്, എന്തിനാണ് നിങ്ങൾ ഈ എന്തായി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ അറിയാൻ വലിയ ജിജ്ഞാസയാണല്ലോ. ഇതിവിടെ എന്തൊക്കെ ജോലികളുണ്ട്, നിങ്ങൾക്ക് അത് വല്ലതും ചെയ്തൂടെ? ചെല്ലേ. സാറേ, മോള് ജാതകത്തിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. എന്തായി? ജാതകത്തിൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ചൊവ്വാദോഷം ജാതകത്തിലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, സൂരജ് സാറ് പറഞ്ഞ ജാതകത്തിൽ എന്തോ. ഞാനേ നിങ്ങളോട് 2 പേരോടും കൂടി ഒരു കാര്യം പറയണം. ഇത് വില്ലേജ് ഓഫീസാണ്. അതെ അല്ലേ? ഞാൻ വില്ലേജ് ഓഫീസറാണ്. നിങ്ങൾ ചെയ്യുന്ന ഈ വക കസർത്തൊക്കെ പുറത്തുനിന്ന് ഒരാൾ കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ എന്ത് വിചാരിക്കും? എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അതിന് സമാധാനം പറയേണ്ടത് ഞാനല്ലേ? അല്ലേ? ഞാൻ എന്ത് സമാധാനം പറയും? അതെന്തറിയാ സാറേ, ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് യോഗ നടത്തണമെങ്കിൽ ഓരോ ആവശ്യത്തിനായിട്ട് ഓരോരുത്തർ വരും. സാറിന്റെ റൂമിൽ വെച്ചിട്ടാവുമ്പോ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ പിയൂണിനെ പറഞ്ഞു നിർത്തിയേക്കാം. സാർ ഇവിടെ ഇല്ലാതെ അപ്പൊ ഇങ്ങനെ ആരും വരില്ലല്ലോ. എന്റെ പൊന്നു സാറേ, അവനവന്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക സമയം നമ്മൾ കണ്ടെത്തണം. ഓഫീസ് സമയം അതിനു വേണ്ടി ഉപയോഗിക്കരുത്. ഓഫീസ് സമയം അതിനു വേണ്ടി ചെലവാക്കുക. അത് ഞാൻ സൂരജ് സാറിന് പറഞ്ഞു. നിങ്ങൾക്ക് 10-9 വയസ്സായിട്ടുള്ള ആളുകളല്ലേ നിങ്ങൾ? എന്താ ഒരു അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആളുകൾക്ക്? ഇത് ഇന്നലെയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ആളുകൾ മടങ്ങി പോയി? നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. സാറെ, കലക്ടർ വിളിച്ചിരുന്നു. കലക്ടറോ? കലക്ടർ എന്ത് വിളിച്ചു? കായൽ തീരത്ത് ഭൂമിയുടെ പട്ടയം എന്തായി? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് എന്തായി എന്ന് മേലെ ചോദിക്കരുതെന്ന്. സാർ, ഞങ്ങളല്ല ചോദിച്ച, കലക്ടർ ചോദിച്ചത് എന്തായിന്ന്. അതെ, ഇപ്പൊ കലക്ടർ എന്തായെന്ന് ചോദിക്കൽ തുടങ്ങി. സാരമില്ല, കലക്ടറുടെ മറുപടി ഞാൻ കൊടുത്തോളാം. നിങ്ങൾ നോക്കോ. ഓ ശരി ശരി സാർ. സാറേ, ഞാൻ വാച്ച് എടുക്കാൻ മറന്നു. സമയം എന്തായി? ഞാന് വീട്ടിൽ അന്വേഷിച്ച് ചെയ്യുന്നതാണ്. അതെ, അച്ഛൻ പറഞ്ഞൊന്ന് വീട് വരെ വരാൻ പറഞ്ഞു. എന്താ കാര്യം? ആ വീടിന്റെ ഫ്രണ്ടിലേക്ക് 2 റൂം എടുക്കണ്ടേ, അപ്പൊ അതിന്റെ പണി ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ്. അതെ മോനെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം മനസ്സെത്തുന്ന പോലെ ശരീരം അങ്ങോട്ട് എത്തുന്നില്ല. കൈയും കാലും ഒന്നും പഴയ പോലെ പറ്റുന്നില്ല. എന്താ പണിക്ക് അതിന് മാത്രം പ്രായമായോ? 60 വയസ്സല്ലേ ഉള്ളൂ. അതല്ല, അപ്പൊ അത് ഒരു കാര്യം ചെയ്യാ, അച്ഛനോട് പറഞ്ഞിട്ട് ആ ടൈറ്റസ് മേസ്ത്രിയെ കണ്ടിട്ട് പണി ഏൽപ്പിക്കാൻ പറ. അയാൾ പെട്ടെന്ന് ചെയ്തു തരും. ഇല്ല, എനക്ക് പണിയൊന്നുമില്ല, ഞാൻ കൂടല്ലോ. അത് പണി മുടക്കാനല്ല, നടത്താൻ വേണ്ടിട്ടാ. അല്ല മന്മേട്ടാ, ഈ അച്ഛന് മന്മഥ മേസരിനെയാണ് തൃപ്തി. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം. എന്താ വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഞാൻ പറയില്ലേ, പഴയ പോലെ അല്ല. എന്റെ മടി മാറ്റാവുന്ന ചെയ്തു കൊടുക്കണോ? ഒരു കാര്യം ചെയ്യും, അച്ഛനെ ഞാൻ വന്ന് കണ്ടോളാം. അല്ല, അങ്ങനെ മുടക്കൂല. അത്രയും ചെയ്തത് മന്മഥനാണ്. ശരിയായ പണിക്കാരൊന്നും ഇപ്പൊ ഇതൊന്ന് ശ്രമിച്ചു നോക്ക്. അല്ലാതെ ഇപ്പൊ ഇതാരപ്പത് സത്യനല്ലേ വരുന്നത്? എവിടുന്ന സത്യം?
ട്രഷറി വരെ ഒന്ന് പോയതാ പെൻഷൻ വാങ്ങിക്കാനേ. ആ ആ ആ ആ ആ ആ ഇനിയിപ്പൊ ചോദ്യം തുടങ്ങും, അതിനൊക്കെ ഉത്തരം പറഞ്ഞുള്ള സമയം മുഴുവൻ കളയേണ്ടി വരും. എന്താ പെൻഷൻ കിട്ടേണ്ട സന്തോഷമൊന്നും ഇല്ലല്ലോ മുഖത്ത്? പെൻഷൻ കിട്ടേണ്ട സന്തോഷമൊന്നും മുഖത്ത് കാണാനില്ലല്ലോ. നമസ്കാരം മാഷേ. നമസ്കാരം നമസ്കാരം. അല്ല സത്യ സാറേ, നമ്മുടെ രണ്ടാമത്തെ മോളുടെ എന്തായി എന്നല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഇതാ 1 വർഷമായി, അവർക്ക് കുട്ടികളായിട്ടില്ല. അവര് 2 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതെന്തേ എന്നോട് ചോദിക്കരുത്, അത് എനിക്കറിയില്ല. പിന്നെ മൂത്ത മോൾക്ക് ഒരു കുട്ടിയുടെ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ 28ആയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ബാംഗ്ലൂരിൽ വെച്ചിട്ട്. ഞാനും കൊണ്ടൊക്കെ അങ്ങോട്ട് പോയി. മരുമക അവിടുന്ന് വന്നിരുന്നു. ഫംഗ്ഷനൊക്കെ തിരക്കില്ല, നന്നായി. മരുമകൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. പോയി. പിന്നെ അവൾക്ക് തീരെ താല്പര്യമില്ല അമേരിക്കയിൽ. ഇല്ലെങ്കിൽ അപ്പൊ അവളും പോട്ടതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോരും ചെയ്തു. അങ്ങനെ വേറെ വിശേഷങ്ങളൊന്നും അങ്ങനെ ഇല്ല. കാര്യങ്ങളൊക്കെ സുഖം തന്നെ. എന്നാ പിന്നെ പോയാലോ? അല്ല, വേറൊരു വിശേഷം കൂടി ഉണ്ട്. എന്താണ്? നമ്മുടെ അപ്പുട്ടനാരുടെ കുറി ഉണ്ടല്ലോ, മറ്റേ അമ്പലക്കുറി, അത് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കാ കിട്ടിയത്. അതറിഞ്ഞു. അല്ല, അതിന് ശേഷം ഇങ്ങോട്ട് കണ്ടിട്ടില്ല. എന്നാട് പോയാലോ? ഓ ആയിക്കോട്ടെ. ആ പെൻഷൻ കിട്ടിയ മുമ്പിൽ ഭയങ്കര തിരക്കാം. പുറത്തേക്ക് ഇറങ്ങിയ ചോദ്യങ്ങളാണ്. എന്തായി, ഏതായി, എങ്ങനെയുണ്ട്, ഇതിനൊക്കെ സമാധാനം പറഞ്ഞിട്ട് മനുഷ്യന്റെ ജമ്മം തീരും.